ഹായ് ഡിയേഴ്സ്, ഇത് 1.5 കിലോ വെയിറ്റ് വരുന്ന നട്ടി ബബിളി കേക്കായിരുന്നു. ഇതെൻ്റെ ഒരു ഫ്രണ്ട് ആളുടെ മോന് വേണ്ടിയിട്ട് ഓർഡർ തന്നിട്ടുള്ള കേക്കായിരുന്നേ. ഇത് നമ്മൾ 1.5 കിലോയുടെ ബാറ്റർ എടുത്തിട്ട് അതിനകത്തേക്ക് ഈ പാല് ചൂടാക്കിയിട്ട് ബൂസ്റ്റ് മിക്സ് ചെയ്യും. എന്നിട്ട് ബേക്കിങ്ങിന് സമയത്ത് അതും കൂടി മിക്സ് ചെയ്താണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. കാരണം ഈ കേക്കിൻ്റെ മെയിൻ ഫ്ലേവർ വരുന്നത് വൈറ്റ് ചോക്ലേറ്റും നട്ട്സും ബൂസ്റ്റ് അത് മിക്സ് ചെയ്തിട്ടുള്ള ഫ്ലേവറാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മൾ ബേക്കിങ്ങിൽ തന്നെ ബൂസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അത് ചെയ്ത് ബേക്ക് ചെയ്തെടുത്തതിന് ശേഷം ചൂടാറി ലെയർ കട്ട് ചെയ്ത് ഫസ്റ്റ് കോട്ടിങ് നമ്മൾ ക്രീം മിക്സ് ചെയ്തതിനകത്ത് നന്നായിട്ട് ബൂസ്റ്റ് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ബീറ്റ് ചെയ്ത് ഫസ്റ്റ് കോട്ടിങ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഫൈനൽ കോട്ടിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഇച്ചിരി ലൈറ്റായിട്ടാണ് ബൂസ്റ്റ് മിക്സ് ചെയ്തിട്ടുള്ളൂ. കാരണം ഈ കേക്കിന് പ്രത്യേകിച്ച് തീമോ കാര്യങ്ങളോ ഇല്ല. ഇതിൻ്റെ കോമൺ ഡിസൈൻ തന്നെയാണ് ആൾ സെലക്ട് ചെയ്ത് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. ഇത് നമ്മൾ 10 ഇഞ്ചിൻ്റെ മോൾഡിൽ സ്ക്വയർ മോൾഡിൽ ബേക്ക് ചെയ്തെടുത്ത കേക്കായിരുന്നു. അങ്ങനെ ഫസ്റ്റ് കോട്ടിങ് കഴിഞ്ഞു. ഫൈനൽ പ്രൊസീജറിങ്ങിലാണ് ഈ നിൽക്കുന്നത്. സ്ക്വയർ കേക്ക് ആകുമ്പം എപ്പോഴും പറയാനുള്ള പോലെ തന്നെ മറ്റ് റൗണ്ട് കേക്കുകളെ അപേക്ഷിച്ച് ഫിനിഷിങ് കുറച്ച് താമസമുള്ള പരിപാടിയാണ്. അങ്ങനെ ഫിനിഷ് ചെയ്ത് സൈഡൊക്കെ ലെവലാക്കി മുകൾ ഭാഗമൊക്കെ ലെവലാക്കി ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഫൈനൽ കോട്ടിങ്ങിനകത്ത് ലൈറ്റായിട്ടാണ് ബൂസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ളൂ. ഞാൻ നട്ട്സായിട്ട് ബദാമും കാഷ്യൂം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചോക്ലേറ്റ് ചിപ്സും ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സൈഡിൽ ഇത് ഇത് നല്ല ശ്രമമാണ് ഇത് വെച്ച് കൊടുക്കണമെങ്കിൽ. നമ്മൾ അങ്ങനെ കയ്യിലിങ്ങനെ എടുത്തിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് അത് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ സമയമെടുത്ത് പതുക്കെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. പിന്നെ എൻ്റെ ഈ ഓഡിയോയിൽ എന്തെങ്കിലും എരപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ പുറത്ത് നല്ല മഴയാണ്. ആ മഴയത്താണ് കേട്ടോ ഞാൻ ഈ ഓഡിയോ കൊടുക്കുന്നത്. അപ്പോൾ ആ ഉള്ളിലേക്കും ആ ഒരു മഴയുടെ ഒരു സൗണ്ടുണ്ട്. ഈ ഓഡിയോയിൽ വല്ല ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അങ്ങനെ ഞാൻ സൈഡൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് സമയമെടുത്ത് പതുക്കെയാണ് കേട്ടോ ചോക്ലേറ്റ് ചിപ്സും അതുപോലെ തന്നെ ബദാമും കാഷ്യൂ ഒക്കെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ അത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ മുകളിൽ ബബിൾസ് പോലെ കൊടുക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷായിരുന്നു. അതും എനിക്ക് ഈ നട്ടി ബബിളി കേക്കിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്രൊസീജിയറാണ് കേട്ടോ ഈ വൈറ്റ് ചോക്ലേറ്റ് ബബിൾസ് കൊടുക്കുന്നതും ബൂസ്റ്റ് മുകളിൽ നമ്മൾ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നതും. ഇതുപോലെ നമ്മൾ സെൻറ്റർ ഭാഗം ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ബബിൾസ് കൊടുക്കുന്നത്. കാരണം നടുക്ക് അതിൻ്റെ റൈറ്റിങ്സ് എഴുതി വയ്ക്കാനുള്ളതുകൊണ്ട് തന്നെ ബാക്കി എല്ലാ ഭാഗത്തും ചുറ്റിലും നമ്മൾ ബബിൾസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെറുതും അങ്ങനെ ഈ ഒരേ അളവിൽ കൊടുത്തു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. ചെറുതായിരിക്കും, ചെറിയ ഡ്രോപ്പ് പോലെ അതിൻ്റെ വലുത് അങ്ങനെ മിക്സായിട്ടാണ് കേട്ടോ ബബിൾസ് കൊടുക്കുന്നത്. അങ്ങനെ പൈപ്പിംഗ് ബാഗിൽ ചെറിയ ഹോളിട്ട് ബബിൾസ് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ ബൂസ്റ്റ് നമ്മൾ ഈ അരിപ്പയിൽ അരിച്ചിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. കാരണം ഡയറക്റ്റ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പം ഈ ബൂസ്റ്റിനകത്ത് കട്ടകളുണ്ടാവുമല്ലോ, അത് വന്നു കഴിയുമ്പോഴേക്കും ആ മുകൾ ഭാഗം ഒരു ഭംഗിയില്ലാണ്ടാവും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അരിപ്പയ്ക്കകത്ത് ചെറിയ ഹോളിൽ നമ്മൾ ചായയൊക്കെ അരിക്കുന്ന ടൈപ്പ് ചെറിയ ഹോളിൽ അരിപ്പയിൽ ബൂസ്റ്റ് ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കുകയാണേ. ഫുള്ളായിട്ടും നന്നായിട്ട് കവർ ചെയ്യണം. ഈ 1.5 കിലോയുടെ കേക്കിന് ഏകദേശം സ്ക്വയർ കേക്കിന് ഏകദേശം ഒരു 2-2.5 പാക്കറ്റ് മറ്റേ ചെറിയ പാക്കറ്റിൽ 5-ൻ്റെ ചെറിയ പാക്കറ്റ് ബൂസ്റ്റാണ് കേട്ടോ ഞാൻ മുകളിലിടാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ഭംഗിയായിട്ട് തോന്നില്ല. പക്ഷേ അത് ഫ്രിഡ്ജിൽ വെച്ച് എടുത്ത് കഴിയുമ്പോൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്ത് കഴിയുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാൻ. അങ്ങനെ റൈറ്റക്സൊക്കെ എഴുതി റുക്ക് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ കമൻസൊക്കെ അഭിപ്രായമായിട്ട് കൊടുക്കും വേണം കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം. താങ്ക് യു.